ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റാണ്. ഫസ്റ്റത്തെ യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്നാണ്. അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണിക്കൂറുകളും കാലങ്ങളും. അതിൻ്റെ അകത്ത് നമുക്ക് 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഒരു പ്രോസ്, അത് കഴിഞ്ഞ് ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പ്രോസ്, അത് കഴിഞ്ഞ് നത്തിങ് ടോയ്സ് എന്ന് പറയുന്ന ഒരു പോയം. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹാഫ് എ ഡേ നോക്കാം. എഴുതിയത് നജീബ് മഹ്ഫൂസ് ആണ്. ആദ്യം നമുക്ക് ഓഥറെ പറ്റി നോക്കാം. Najib Mahfouz was born in Old Camp, Egypt in 1911 after receiving his bachelor's degree in philosophy from Cairo University in 1934. Mahfouz joined the Egyptian civil service. He is recognized as one of the most important writers in Arabic literature. He was the first Egyptian and the first Arab writer to win the Nobel Prize in Literature. He published 35 novels, around 350 short stories, and 26 screenplays. His most famous works include the Cairo Trilogy and Children of Gabelin. Many of Mahfouz's works have been made into films. He died on 30 August 2006. അപ്പം ആദ്യം നമുക്ക് ഓഥറിനെ പറ്റി നോക്കാം. നജീബ് മഹ്ഫൂസ് വാസ് ബോൺ ഓൺ ഓൾഡ് ക്യാമ്പ്, ഈജിപ്റ്റ് ഇൻ 1911. അദ്ദേഹം ഈജിപ്തിലാണ് ജനിച്ചത് 1911. After receiving his bachelor's degree in philosophy from Cairo University in 1934. അദ്ദേഹം 1934 കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫിയിൽ ഡിഗ്രി എടുത്തു. അതിനുശേഷം മഹ്ഫൂസ് ജോയിൻഡ് ദ ഈജിപ്ഷ്യൻ സിവിൽ സർവീസ്. അതിനുശേഷം അദ്ദേഹം എവിടെ ജോയിൻ ചെയ്തു? ഈജിപ്ഷ്യൻ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു. He is regarded as one of the most important writers in Arabic literature. അപ്പം അദ്ദേഹത്തിന് എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അറബിക് ലിറ്ററേച്ചറിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരനായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? നജീബ് മഹ്ഫൂസിനെ കണക്കാക്കുന്നത്. He was the first Egyptian and the first Arab writer to win the Nobel Prize in Literature. അത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ്? അദ്ദേഹമാണ് ആദ്യമായിട്ട് അറബ് ലിറ്ററേച്ചറിലേക്ക് നോബൽ പ്രൈസ് കൊണ്ടുവന്ന എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത്? നജീബ് മഹ്ഫൂസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഈജിപ്ഷ്യനായിട്ടുള്ള റൈറ്ററാണ്, അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് അറബ് ലിറ്ററേച്ചറിലേക്ക് നോബൽ പ്രൈസ് കൊണ്ടുവരുന്ന റൈറ്ററാണ് ആര്? നജീബ് മഹ്ഫൂസ് എന്ന് പറയുന്നത്. ഹി പബ്ലിഷ്ഡ് 36 നോവൽസ്. അദ്ദേഹം എത്ര നോവൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? 35 നോവൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 350 ഷോർട്ട് സ്റ്റോറീസ്, അതുപോലെ 350 പരം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് 26 സ്ക്രീൻ പ്ലേസ്, 26 സ്ക്രീൻ പ്ലേസും എഴുതിയിട്ടുണ്ട്. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ദ കെയ്റോ ട്രിലോജി ആൻഡ് ചിൽഡ്രൻ ഓഫ് ഗാബല. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് എന്തെന്ന് പറയുന്നത്? ദ കെയ്റോ ട്രിലോജിയും ചിൽഡ്രൻ ഓഫ് ഗാബല എന്ന് പറയുന്നത്. മെനി ഓഫ് മഹ്ഫൂസ് വർക്ക്സ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ടു ഫിലിംസ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഫിലിംസ് ആയിട്ട്, സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചതെന്നാണ് 13 ഓഗസ്റ്റ് 2006. ഇതാണ് നമുക്ക് ഓഥറിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. ഹാഫ് എ ഡേ, അതാണ് സ്റ്റോറിയുടെ പേര്. ഹാഫ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി ദിവസം അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ്. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform, and the red tarbouch. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് നോക്കാം. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ. എന്താണ്? ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം എന്ത് ചെയ്യാണ്? പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡിൽ ക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ തൂങ്ങി പിടിക്കുക. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. എന്നിട്ട് ഓടിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കാലടികൾക്കൊപ്പം ഓടിയാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അച്ഛനോടൊപ്പം മകൻ നടന്നെത്തുമോ? ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലടികളോടൊപ്പം എത്താൻ വേണ്ടി ഓടി അച്ഛൻ്റെ കയ്യിൽ തൂങ്ങിയാണ് ആര് പോകുന്നത്? നമ്മുടെ കഥാപാത്രം പോകുന്നത്. ആൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ്. എന്താണ്?
അവൻ്റെ എല്ലാ ഡ്രസ്സും എന്താണ് പുതിയതാണ് അല്ലേ. ബ്ലാക്ക് ഷൂ പുതിയതാണ്, യൂണിഫോം പുതിയ, സ്കൂൾ യൂണിഫോം പുതിയതാണ്. റെഡ് ടർബൂഷ് എന്ന് പറഞ്ഞാൽ തൊപ്പിയാണ് എന്തെന്ന് പറയുന്നത്, ടർബൂഷ് എന്ന് പറയുന്നത്. ക്യാപ്പിനെയാണ് ടർബൂഷ് എന്ന് പറയുന്നത്. അപ്പം ആ ക്യാപ്പ് പുതിയതാണ്. അങ്ങനെ അവൻ ധരിച്ചേക്കുന്ന എല്ലാം പുതിയതാണ്. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first day. എന്താണ്? പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അവൻ എവിടേക്കാണ് പോകുന്നത്? ഹവർ വാസ് മിക്സഡ് ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നതിന് കാരണം എന്തോന്നാണ്? അത് ഫീസ്റ്റ് ഡേ അല്ല. ഫീസ്റ്റ് ഡേ അല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പെരുന്നാൾ ദിവസമൊന്നും അല്ല. പിന്നെ എവിടേക്കാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത്? ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ഡേ. ആദ്യമായിട്ട് എങ്ങോട്ട് പോവുകയാണ്? സ്കൂളിലേക്ക് നമ്മുടെ കഥാപാത്രം പോവുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ ആരൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഐ എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദർ. അപ്പം ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടിയാണ് കഥ നമ്മളോട് പറയുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. My mother stood at the window watching us, and I would turn toward her from time to time, appealing for help. He walked along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees, and a few date palms. എന്താണ്? മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് എസ്. അമ്മ എവിടെ നിൽപ്പുണ്ട്? ജനലിൻ്റെ അടുക്കെ നിൽപ്പുണ്ട്. എന്താണ്? നമ്മളെ നോക്കിക്കൊണ്ട് ജനലിൻ്റെ അവിടെ നിൽപ്പുണ്ട്. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം. ഞാൻ ഓരോ സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. എന്തിനാ തിരിഞ്ഞ് നോക്കുന്നത്? അമ്മയുടെ സഹായത്തിന് വേണ്ടി. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. നമ്മൾ ഏതിൽ കൂടെ നടന്നു പോകുന്നത്? ഒരു ഗാർഡൻ്റെ സൈഡിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഓൺ ബോത്ത് സൈഡ്സ് വെയർ എക്സ്റ്റെൻഡീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. ആ ഗാർഡൻ്റെ രണ്ട് സൈഡിലും എന്താണ്? ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട്. പ്രിക്ലി പിയേഴ്സ്, ഹെന്ന ട്രീസ്, ഫ്യൂ ഡേറ്റ് പാംസ്. എന്താണ്? മൈലാഞ്ചി ചെടിയും അതുപോലെ ഈന്തപ്പനയും, അങ്ങനെ ഒരുപാട് ചെടികൾ ആ രണ്ട് ഗാർഡൻ്റെ രണ്ട് സൈഡിലും ഉണ്ട്. Why school? I challenged my father openly. I shall never do anything to annoy you. എന്താണ് അവൻ ചോദിക്കുന്നത് അച്ഛനോട്? വൈ സ്കൂൾ? എന്തിനാ സ്കൂളിൽ പോകുന്നത്? ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. അവൻ ഓപ്പണായിട്ട് തന്നെ എന്ത് ചെയ്തു? അച്ഛനോട് ചോദിച്ചു. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. എനിക്ക് അവിടെ ചെന്നിട്ട് എന്താണ്? ഒന്നും ചെയ്യാൻ ഇല്ല എന്ന് പറയാം. തേർഡ് പാരഗ്രാഫ് നോക്കിക്കേ. ഐ ആം നോട്ട് പണിഷിങ് യു, ആം ഐ? ഹി ഹാസ് സെഡ്. Laughing school's not a punishment. It's a factory that makes useful people out of children. Don't you want to grow up? ഇപ്പം എന്താ പറയുന്നത്? ഐ ആം നോട്ട് പണിഷിങ് യു, ആമേ? ഞാൻ എന്ത് ചെയ്യല്ല? നിന്നെ പണിഷ് ചെയ്യുകയല്ല. പിന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞു? ഹീ സെഡ് ലാഫിങ്. ചിരിച്ചുകൊണ്ട് അച്ഛൻ പറയാണ് എന്താണ്? സ്കൂൾസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്ന് പറയുന്നത് എന്തല്ല? പണിഷ്മെൻറ്റ് തരുന്നൊരു സ്ഥലം അല്ല. ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാക്ടറിയാണ്. ഫാക്ടറി എന്താണ്? നമ്മൾ പുതിയ ഉൽപ്പാദനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയുള്ള ഫാക്ടറിയാണ് സ്കൂൾ എന്ന് പറയുന്നത്? ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിൽ നിന്ന് നല്ല മനുഷ്യരെ നിർമ്മിച്ചെടുക്കുന്ന ഫാക്ടറിയാണ് എന്തെന്ന് പറയുന്നത്? സ്കൂൾ എന്ന് പറയുന്നത്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരണ്ടേ എന്നാര് ചോദിക്കുകയാണ്? അച്ഛൻ മകനോട് ചോദിക്കുകയാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. I did not believe there was really any good to be had in treating me away from the intimacy of my home and throwing me into this building. എന്താണ്? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. എനിക്ക് എന്തായില്ല? തൃപ്തിയായില്ല. എന്താണ്? അച്ഛൻ്റെ മറുപടിയിൽ. കൺവിൻസ്ഡ് എന്ന് പറഞ്ഞാൽ തൃപ്തിയായില്ല. എനിക്ക് അച്ഛൻ്റെ മറുപടിയിൽ എന്താണ്? തൃപ്തിയൊന്നും തോന്നിയില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ tearing me away from the intimacy of my home and throwing me into this building. എന്താണ്? ഐ ഡിഡ് നോട്ട് ബിലീവ്. എനിക്കിതിലൊന്നും എന്തില്ല? വിശ്വാസമില്ല. ദർ വാസ് റിയലി എനി ഗുഡ്. എന്താ വിശ്വാസം ഇല്ലാത്തത്? വലിയ നല്ല കാര്യമൊന്നും ഇവിടെ നിന്നും ഉണ്ടാകുമെന്ന് എനിക്ക് വളരെ വിശ്വാസമൊന്നും ഇല്ല. ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ എവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം. എന്താണ് വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം? എന്നെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്?
വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ്. ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിങ്. ത്രോയിങ് എന്ന് പറഞ്ഞാൽ എറിയുക. എന്നെ ഇവിടെ വേറൊരു വലിയ സ്ഥലത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യാണ്, എന്നെ എറിയുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ കുട്ടി പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്.